ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 43ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ തന്നെ ആര്യൻ്റെയും നമ്മുടെ രെനേൻ്റെയും കാര്യം എടുത്തു തുടങ്ങി. നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക്, പിന്നെ നമ്മുടെ കിച്ചണിൽ 2 ഇഷ്യൂ, അതിനുശേഷം വീണ്ടും രെനേൻ്റെയും ആര്യൻ്റെയും കാര്യം, പിന്നെ നോമിനേഷൻ സമയത്ത് വേറൊരു ഇഷ്യൂ, ഇതൊക്കെ സംഭവിച്ചു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. രെന ആൻഡ് ആര്യൻ്റെ ഇഷ്യൂവിൻ്റെ കാര്യത്തിൽ ആര്യൻ്റെ ഭാഗത്ത് വലിയൊരു തെറ്റുണ്ട്, രെനേൻ്റെ ഭാഗത്ത് ചെറിയൊരു തെറ്റുണ്ട്. ഇത് രാവിലെ എണീറ്റപ്പോൾ തന്നെ രെന പലരോടും സംസാരിക്കുന്നുണ്ട്, ഒപ്പീനിയൻ തേടുന്നുണ്ട്. അതിനുശേഷം ആര്യനായി സംസാരിക്കാൻ പോകുന്നു. ഇത് രണ്ടുപേരും പേഴ്സണലായി സംസാരിക്കാമെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പോൾ ആര്യൻ ഇൻറ്റൻഷനൽ അല്ലാത്തതുകൊണ്ട് എന്താണ് ഇവിടെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കേട്ടു നിന്നു. പിന്നെ ഒരു സമയത്തിയപ്പം ഇനി ഇങ്ങനെ മസ്താനിനെ പോലെ സംസാരിക്കല്ലേ എന്ന് പറഞ്ഞപ്പം രെന പ്രൊവോക്ഡായി. രെന ഒച്ച ഉയർത്തി, ആര്യനും ഒച്ച ഉയർത്തി. പിന്നെ വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു. രെന കരയാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ ചോദിച്ചു തിരക്കി. അപ്പം അക്ബർ പറയുന്നുണ്ട്, ഈ മസ്താനിനെ വെച്ച് കമ്പയർ ചെയ്ത് അത് രണ്ട് ഇഷ്യൂ ആണ്, നീ അങ്ങനെ രെനയെ കുറിച്ച് സംസാരിക്കരുതായിരുന്നു. പിന്നെ നമ്മുടെ ജിസേൽ ഇടപെട്ടു. ജിസേൽ പറഞ്ഞു അത് ശരിയാണ്, രെനേൻ്റെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആര്യനെ കൊണ്ട് സോറി പറയിപ്പിച്ചു. അപ്പം അവൻ ലിറ്ററലി നല്ല രീതിയിൽ സോറി പറയുന്നുണ്ട്, അമ്മേനെയൊക്കെ വെച്ചിട്ട് സോറി പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ രെനയും തിരിച്ച് സോറി പറയുന്നുണ്ട് ബെഡി വന്ന് കിടന്നതിന്. അതവിടെ തീർന്നു. അതിനുശേഷം ഈ അനുമോൾക്കും ബിന്നിക്കും എന്തിൻ്റെ കുത്തിക്കഴപ്പാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രെന ഓൾറെഡി ഡിസ്റ്റർബ്ഡ് ആണ്, എന്നിട്ട് ബെഡി പോയി കിടക്കുകയാണ്. അവിടെ വെച്ചിട്ട് ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുവിൻ്റെ പേഴ്സ്പെക്റ്റീവ് പറയുകയാണ്, കണ്ടിട്ട് പോലുമില്ല, എന്നിട്ട് ആര്യൻ അങ്ങനെ ചെയ്യും, ആര്യൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ. അതിനുശേഷം നടന്നത് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് ജിഷിൻ വിജയിച്ചു. വീണ്ടും പിന്നെ കിച്ചൺ ടീമിലൊരു പ്രശ്നം ഉണ്ടാകുന്നു. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെവിൻ ഒരു മല്ലിയില എടുത്തു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇഷ്യൂ. നെവിൻ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസാണ്, മല്ലിയില വെറുതെ പോകുന്നതാണെന്നാണ് വീട്ടിൽ ചർച്ച. സോ നമ്മുടെ അനുമോളോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ തുടങ്ങി. നമ്മുടെ ഷാനവാസ് ഇത് ഏറ്റെടുത്തു. ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞാണ് നെവിനോട് ഇങ്ങനെ ചെയ്യരുത്, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുപോലെ തന്നെ സംഭവിച്ചു. ഷാനവാസ് ഏറ്റെടുത്തു. ഷാനവാസ് അത് വലിയ പ്രശ്നമാക്കി. ഇവനിത് ഏത് സമയമുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങി. ഷാനവാസ് അവൻ കഴിക്കുന്ന പാത്രത്തിലേക്ക് ഇങ്ങനെ പിച്ചിടാൻ നേരത്ത് കൈ കൊണ്ട് ഇങ്ങനെ തട്ടി, ആ പാത്രം കൂടാതെ അവൻ്റെ ഗ്ലാസ് രണ്ടും പൊട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിൻ്റെ കൈ കൊണ്ട് തന്നെയാണ് അത് സംഭവിക്കുന്നത്. അത് പലരും കണ്ടിട്ടുണ്ട്. പിന്നെ ആര്യനൊക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അക്ബർ കണ്ടു എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ ദൂരെ നിന്നായതുകൊണ്ട് വേറെ പലരുടെയും പെർസ്പെക്റ്റീവ് കേട്ടപ്പം അക്ബർ പറഞ്ഞു എനിക്ക് അത്ര ക്ലിയർ അല്ല, ബാക്കിൽ നിന്നാണ് കണ്ടത്, ഞാൻ കണ്ടപ്പം ഷാനവാസ് തട്ടിയിടുന്നതായിട്ടാണ് കണ്ടതെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് തട്ടിയിടുന്നതാണ്, ലൈവിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഈവൻ എപ്പിസോഡിലും അത് കാണിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ അകത്ത് രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. നെവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഷാനവാസിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇനി ഷാനവാസായിട്ട് വേറൊരു ഇഷ്യൂ വരുന്നുണ്ട്, അത് തുടരെ പറയാം. അതിനുശേഷം വീണ്ടും കിച്ചണിലൊരു പ്രശ്നം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിഷിനും രെന ഫാത്തിമയും തമ്മിലാണ്. അവിടെ ഇന്ന് നോൺ വെജ് വെജ് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. നോൺ വെജായിട്ട് ഇന്ന് ബീഫോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അവർ കറി വെച്ചു. അപ്പം പിന്നെ നമ്മുടെ ജിഷിന് കുറച്ച് പേർക്ക്, ജിസേലിന് അവർക്കൊക്കെ വെജേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പിന്നെ ഉരുളക്കിഴങ്ങിന് എന്തോ ഒരു ചെറിയൊരു ഗ്രേവിയോ കറി എന്തോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഉരുളക്കിഴങ്ങിൻ്റെ ഇതാണെങ്കിൽ മിക്കവാറും ചപ്പാത്തി ആയിരിക്കും നന്നാവും, അപ്പോൾ കുറച്ച് പേർക്ക് ഉണ്ടാക്കിയെന്ന് പോലെയെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള മാവ് വെച്ച് ജിഷിന് ഉണ്ടാക്കാം, ഇന്നലെ എങ്ങാണ്ടിരുന്ന മാവ് വെച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രെന ഇത് കേട്ടിട്ട് പറഞ്ഞു ഇല്ല, അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കും അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു സിറ്റുവേഷനായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറും ഈ കറിയും കൂട്ടി, അതായത് ഉരുളക്കിഴങ്ങിൻ്റെ കറിയും കൂട്ടി കഴിച്ചവർ ഇതിന് മുന്നേ ഉണ്ട്. സോ എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഈ ജിഷിന് ഇതെടുത്തിട്ടപ്പം നമുക്ക് രെനയ്ക്ക് പ്രൊവോക്ഡായി. രെന പ്രൊവോക്ഡ് ആവുമല്ല, രെനേൻ്റെ ഒരു ഗെയിമാണ് എന്നാണ് പറയുന്നത്. അപ്പം അവിടെ ഒരു അടുത്ത വിഷയം ഉണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് ആട്ടപ്പൊടി ഇവർ രണ്ടുപേരും കൂടെ വലിച്ചപ്പോൾ താഴെ പോകുന്നുണ്ട്. അപ്പോൾ അക്ബറൊക്കെ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ അടിയൊക്കെ ഉണ്ടായിക്കോ, പക്ഷേ ആട്ടപ്പൊടി തൊട്ട് ഉള്ള കളിയൊന്നും വേണ്ട, ഇതെല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്നൊക്കെ സംസാരിച്ച് അവിടെ ഒരു അടി തീർന്നു. അതിനുശേഷം വീണ്ടും വിക്ഷൻ്റെ നോമിനേഷനായിരുന്നു. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഷാനവാസ് ഒരു ബ്ലണ്ടർ എടുത്തിട്ടു, നമ്മുടെ ആദില ഒരു ബ്ലണ്ടർ എടുത്തിട്ടു. നെവിൻ്റെ പെരുമാറ്റം ശരിയല്ല, നെവിൻ ആൾക്കാരോടുള്ള പെരുമാറ്റം, ആണുങ്ങളോടുള്ള പെരുമാറ്റം ശരിയല്ല. അത് ആദില പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതാണ്, ഞങ്ങൾക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലാണ് നെവിൻ ഇത് ചെയ്യുന്നത്. ഷാനവാസ് അത് പല പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്, നെവിനെ ബെഡിൽ നിന്ന് മാറ്റാനുള്ള റീസൺ ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ പ്രശ്നത്തിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന് ഇത് പ്രശ്നമില്ലായിരുന്നപ്പോൾ ഉന്നയിക്കായിരുന്നു, ഷാനവാസിനെ പറ്റിപ്പോയപ്പോൾ ഉന്നയിക്കായിരുന്നു. അപ്പോഴൊന്നുമില്ലാതെ ഷാനവാസ് ഉപയോഗിച്ചതിൽ അല്ലെങ്കിൽ ഇന്ന് ആ കാര്യം എടുത്തിട്ടതിൽ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മുടെ അഭിലാഷ് എടുത്തു പറയുന്നതുകൊണ്ട് ഈ ദിവസം തന്നെ. എന്നിട്ട് ന്യായീകരിക്കുന്നത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ പാത്രം തട്ടിയിട്ടാണ്, ഞാൻ അന്നത്തെ ബഹുമാനിക്കുന്നവനാണെന്നൊക്കെ ഷാനവാസ് ഒരുപാട് പറയുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞ് ഇന്ന് എടുത്തിട്ടത് രാവിലത്തെ ആ പ്രശ്നം കൊണ്ട് മാത്രമാണ് എന്ന് 100% ഉറപ്പാണ്. പിന്നെ വേറെ സംസാരിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയല്ല,
അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു കോൺവെർസേഷൻ ഇവർ തമ്മിൽ പോകണം. ഇതൊരു നോമിനേഷൻ്റെ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ നെവിൻ അവിടെ നിന്ന് തിരിച്ച് പറയാനൊന്നുമില്ല. അത് അക്ബർ എടുത്തു പറയുന്നുണ്ട്. ലൈവിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അക്ബർ എടുത്തു പറയുന്നുണ്ട്, ഇത് നോമിനേഷൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നെവിൻ്റെ ഭാഗം നമ്മൾ എങ്ങനെ കേൾക്കും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഷാനവാസ് രാവിലത്തെ കാര്യം വെച്ച് പ്രൊവോക്ഡ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ രണ്ടും രണ്ട് എക്സ്ട്രീം സിറ്റുവേഷനാണ്. ഒരാളുടെ ക്യാരക്ടറിനെ അങ്ങേയറ്റം പിന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഷാനവാസ് പറഞ്ഞത്. മറ്റേ രാവിലത്തെ കാര്യം ഒരു കപ്പ് തട്ടിയിട്ടതിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ അത് രണ്ടും രണ്ട് എക്സ്ട്രീമുള്ള സിറ്റുവേഷനാണ്. അതും കൂടെ പറയാതെ വയ്യ. പിന്നെ നോമിനേഷനിലേക്ക് വന്നവരെന്ന് പറയുന്നത് നമ്മുടെ സാബുമാനുണ്ട്, ലക്ഷ്മിയുണ്ട്, നെവിനുണ്ട്, ആദില നൂറയുണ്ട്, ഷാനവാസ് ഉണ്ട്, രന ഫാത്തിമയുണ്ട്, ബിന്നിയുണ്ട്, ആര്യനുണ്ട്. പിന്നെ നമ്മുടെ നൂറ വരാനുള്ള കാരണം കഴിഞ്ഞ വീക്കിലി ടാസ്കിൻ്റെ അകത്ത് ബ്ലാക്ക് കോയിൻ കിട്ടിയതുകൊണ്ടാണ്, എല്ലാവരും കൂടെ സെലക്ട് ചെയ്തതുകൊണ്ടാണ്. സോ ഇത്രയും സംഭവിച്ചു. അതിനുശേഷം വീണ്ടും നമ്മുടെ രനയും ആര്യനും വീണ്ടും ഒരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. അതിനുള്ള കാരണം ബിന്നിയാണ്. ബിന്നി നോമിനേഷനിൽ ഈ പ്രശ്നം എടുത്തിട്ടു, ആര്യൻ്റെയും രനേൻ്റെയും കാര്യം എടുത്തിട്ടു. അത് ഒട്ടും ശരിയായില്ല എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ അന്ന് അവിടെ സോൾവ് ചെയ്തതാണ്. പിന്നെ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ലാലേട്ടൻ വരുമ്പോൾ ചർച്ച ചെയ്യട്ടെ എന്ന് വെച്ചാൽ മതിയായിരുന്നു. കുത്തിത്തിരിപ്പ് ബിന്നി വീണ്ടും ഇതെടുത്തിട്ടു. ആര്യൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി. പിന്നെ ആര്യൻ പറയുന്നുണ്ട് ഇത് ലാലേട്ടൻ വരുമ്പോൾ സംസാരിക്കണം എന്നൊക്കെ. അങ്ങനെ പോയി രനേനെ അങ്ങേയറ്റം പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആര്യൻ ചെയ്തു. എനിക്ക് കണ്ടപ്പം എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. പിന്നെ നമ്മുടെ രന പൊട്ടിക്കരഞ്ഞു. ഇത് ഇവൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ട്രിഗറായിട്ട് പല പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ആര്യൻ സംസാരിക്കുന്നു. അത് കാണുമ്പം രനൻ്റെ ഭാഗത്തും കൂടെ ഒന്ന് കൂടാൻ തോന്നും. അയ്യോ എനിക്ക് സോറി പോലും പറയാൻ മടിയാന്നുള്ള രീതിയിലൊക്കെയാണ് പിന്നെ ആര്യൻ സംസാരിക്കുന്നത്. ഭയങ്കര പ്രൊവോക്കേഷൻ. അതും ഈ ഒരു ഇഷ്യൂവിൽ പ്രൊവോക്കേഷൻ ഒട്ടും നല്ലതല്ല. അത് ശരിക്കും പറഞ്ഞാൽ ആര്യനെ അഫക്റ്റ് ചെയ്യും എന്ന് എനിക്ക് തോന്നി. ഇനി ഞാൻ പറയാൻ പോകുന്നത് രണ്ട് ക്യാരക്ടറാണ്. ഇത്രയും വൃത്തികെട്ട വേറെ രണ്ട് ക്യാരക്ടേഴ്സ്. ബിന്നി ഉണ്ട് ഒരാൾ, അതിനുശേഷം ജിഷിനാണ്. ജിഷിൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അക്ബറിൻ്റെ കാര്യം പറഞ്ഞ് ഷാനവാസിനോട് കുത്തിത്തിരിപ്പുണ്ടാകാൻ നോക്കുന്നു. അവൻ അവിടെ കിടന്ന് പിന്നെ രാവിലത്തെ ആ കിച്ചൺ ഇഷ്യൂൻ്റെ അകത്ത് പിന്നെ അക്ബർ അവിടെ കിടന്ന് വേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജിഷിൻ. പിന്നെ കൂടാതെ നെവിൻ്റെ കരച്ചിൽ കള്ളക്കരച്ചിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തിൻ്റെ ആവശ്യമുണ്ട്? അവൻ അത്രയും ലിറ്ററലി ഇങ്ങനെ തളർന്നിരിക്കുകയാണ്. ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുക അത് ആദിലേൻ്റെ അടുത്താണ് പറയുന്നത് നെവിൻ്റെ കാര്യം. മറ്റേത് ഷാനവാസിൻ്റെ അടുത്ത് ഡയറക്റ്റ് പോയിട്ട് ഷാനവാസ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവൻ എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട്. ആര് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരവസ്ഥയിലാണ് ഷാനവാസും. ഒന്ന് ജിഷിൻ, രണ്ടാമത്തത് അനുമോൾ. അനുമോളുടെ പേര് പറയാനുള്ള കാരണം അനുമോളാണ് ആദ്യം ഉന്നയിച്ചത് നെവിൻ്റെ പിന്നെ എന്താ പറയുക ക്യാരക്ടർ ശരിയല്ല എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഇന്ന് നെവിൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നെവിനോട് ഇന്ന് പണിയൊന്നും ചെയ്യണ്ട, നീ പൊക്കോ എന്നൊക്കെ. അതിനുശേഷം അനുമോളോട് ചോദിക്കുന്നുണ്ട് നെവിൻ പിന്നെ എൻ്റെ ക്യാരക്ടറിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടോയെന്ന്. അനുമോൾ പറയുകയാണ് ഇല്ല എന്ന്. ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പം കുറച്ചും കൂടെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു എന്ന് തോന്നി. ഈ ഇല്ല എന്ന് പറഞ്ഞിട്ട് പുറകെ പോയിട്ട് ആദിലേനോടും നൂറിനോടും നെവിൻ്റെ കുറ്റം പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് അവിടെ തോന്നി അനുമോളെ. അനുമോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഈ അനുമോളെ വലിച്ചു കീറാൻ തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് പലർക്കും അത് തോന്നാത്തത് എന്ന് എനിക്കറിയത്തില്ല. ബിവെയർ ഓഫ് അനുമോൾ ആൻഡ് ജിഷിൻ ആൻഡ് ബിന്നി എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയാണ് ഇന്ന് സംഭവിച്ചത്.